അവന്റെ ശിഷ്യന്മാരെന്നോട് കളവ് പറഞ്ഞു. നമ്മള് കാരണം ഗുരുക്കൾക്ക് ആപത്താണെന്ന് മനസ്സിലാക്കിയിരിക്കുന്നു. മിടുക്കന്മാര് ഹിമാലയത്തിൽ നിന്ന് പോലും വന്നില്ലെന്നാ പറയുന്നത്. ഈ ശിഷ്യന്മാരാണ് ഗുരുവിന്റെ രക്ഷാകവചം. ഇവന്മാരുടെ അടുത്തുനിന്ന് ഗുരുക്കളെ പുറത്തു കൊണ്ടുവരണം. അതിനെന്താ ചെയ്യണ്ട മാഡം? ആദ്യം അവരുടെ സംശയം മാറ്റിയെടുക്കണം. എന്നിട്ട് വേണം നമ്മുടെ കളി തുടങ്ങാൻ. ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചു കേക്ക്. ആയിക്കോട്ടെ മാഡം. രാജഗുരുക്കളെ, നിനക്കിനി എന്റെ പിടിയിൽ നിന്നും രക്ഷയില്ല. അജയ, അജയ, എന്താ എന്തോമ്മേ? രാജഗുരുക്കള് വന്നോടാ? ഇതുവരെ ആശ്രമത്തിൽ പോലും എത്തിയിട്ടില്ലെന്നാ പറഞ്ഞേ. ഞാൻ കാറ് വരെ അങ്ങോട്ട് അയച്ചതാ. ശിഷ്യരോട് സംസാരിച്ചോ? അവരാരും അവിടെ ഇല്ലെന്നാ പറഞ്ഞേ. ഇനി എവിടെ ഗുരു ശിഷ്യന്മാര്? ഇപ്പൊ ചന്ദ്രികയുടെ തടവറയിൽ കിടക്കുന്നുണ്ടാവും. മറ്റു വല്ല അമ്പലത്തിലെയും പൂജയ്ക്കോ ഹോമത്തിനോ പോയതാവും. അമ്പലത്തിലൊന്നും ചോദിച്ചോടായിരുന്നോ? ഞാൻ അവിടെയും ചോദിച്ചായിരുന്നു. പാവല്ലേ, അയാളുടെ ഭാവി എന്താണെന്ന് അയാൾക്ക് പോലും അറിയില്ല. പിന്നെയല്ലേ വല്ലവന്റെ ഭാവി പ്രവചിക്കുന്നേ. ഗുരുക്കള് തന്നെയല്ലേ നമ്മളോട് വിളിച്ചു പറഞ്ഞേ. പിന്നെങ്ങനെ ആശ്രമത്തിലെത്താതിരിക്കുക? എന്തു പറ്റി ഇന്ദു? ഗുരുക്കള് വരുമെന്ന് പറഞ്ഞിട്ട് ഇതുവരെ കണ്ടില്ലടാ. ആശ്രമത്തിലും ഇല്ലെന്നാ പറഞ്ഞേ. എവിടെ പോയെന്ന് ആർക്കും അറിയില്ല. അതിനെന്തിനാ ഇന്ദു ഇത്ര പേടിക്കുന്നേ? ഗുരുക്കൾ ഏതായാലും വരാന്ന് പറഞ്ഞിട്ടില്ലേ? അപ്പൊ എവിടെയാണെങ്കിലും അദ്ദേഹം വരും. മാത്രമല്ല, അദ്ദേഹം ഈ വീട്ടിലേക്ക് വരുന്നതിനൊരു ഉദ്ദേശം കൂടിയുണ്ട്. ആ ഉദ്ദേശം തന്നെ അദ്ദേഹത്തെ ഇവിടെ എത്തിച്ചോളൂ. ആർക്കും അദ്ദേഹത്തെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അദ്ദേഹം എവിടെയാണെന്ന് ആർക്കും അറിയില്ല. അദ്ദേഹം ഹിമാലയത്തിൽ നിന്ന് തിരിച്ചെത്തിയോന്നും ആർക്കും അറിയില്ല. പിന്നെ എന്ത് ഉദ്ദേശത്തിലാ ദേവ നീ വായി തോന്നിയതൊക്കെ വിളിച്ചു പറയുന്നേ? വന്നിട്ടുണ്ട് ചെറിയമ്മേ. അദ്ദേഹം ഹിമാലയത്തിൽ നിന്ന് എത്തിയെന്നുള്ള കാര്യം എനിക്കറിയാം. പക്ഷെ വന്ന ശേഷം ഇവിടെ എവിടെയാ ഉള്ളതെന്നും എന്താ ഇങ്ങോട്ട് വരാത്തെന്നും കണ്ടുപിടിക്കണം. ഇത്രയും നേരമായിട്ട് അദ്ദേഹം ഇങ്ങോട്ട് വരാതിരിക്കുന്നുണ്ടെങ്കിൽ അതിന് തീർച്ചയായിട്ടും ഒരു കാരണം ഉണ്ടായിരിക്കും. പക്ഷെ അതിനെ മറികടന്ന് ഗുരുക്കളെ ഞാനിവിടെ എത്തിക്കും. ഇന്ദു, ഞാൻ ചെന്ന് ഗുരുക്കളെ വിളിച്ചോണ്ട് വരാം. ഗുരുക്കൾ എവിടെയാണെന്ന് അറിയാത്തപ്പോ എവിടെയെന്ന് വെച്ചിട്ട് ദേവേട്ട തെരയാ? ഇന്ദു പറഞ്ഞത് കേട്ടില്ലേ? അദ്ദേഹം ആശ്രമത്തിലില്ലെങ്കിൽ ഏതെങ്കിലും അമ്പലത്തിൽ കാണും. എവിടെ ചെന്ന് തെരഞ്ഞിട്ടാണെങ്കിലും ഞാൻ ഗുരുക്കളെ കൊണ്ടുവരും. ഇന്ന് അദ്ദേഹത്തെ ഇവിടെ കൊണ്ടുവന്നേ പറ്റൂ. അച്ഛൻ മരിച്ച അന്ന് തുടങ്ങി ഇന്ന് എന്റെ കുഞ്ഞിന്റെ ഭാവി വരെയുള്ള എല്ലാ ചോദ്യത്തിനും ഉത്തരം കിട്ടണം. വീട്ടിലുള്ളവരുടെയൊക്കെ മനസ്സിലിരിപ്പ് എന്താണെന്ന് അറിയണ്ടേ? ഞാൻ പോയിട്ട് വരാം. ഞാനും കൂടെ വരട്ടെ ദേവ? അതിന്റെ ആവശ്യമില്ല. നീ എന്റെ കൂടെ പോരുന്ന സമയത്ത് ഗുരുക്കൾ ഇങ്ങോട്ടെങ്ങാനും വന്ന അദ്ദേഹം പറയുന്നത് ഏറ്റവും ആദ്യം കേൾക്കേണ്ടത് നീ തന്നെയല്ലേ? അത് നീ മിസ് ചെയ്യാൻ പാടില്ല. നീ വെയിറ്റ് ചെയ്യ്. എന്നാ ഞാൻ പോയിട്ട് വരാം. എന്തോ വൈദേഹി, വിഷുവിന് പലഹാരം ഉണ്ടാക്കിയോ? ഞാനത് എടുത്തു വെക്കട്ടെ. ഇനി എത്ര നേരമാടാ? പണി പെട്ടെന്ന് തീർക്കണം. നടക്കും മാഡം. നമ്മുടെ ചെറുക്കന്മാരിങ്ങോട്ട് വന്നാ മതി. അപ്പോഴേക്കും ഗുരുക്കളിങ് എത്തിക്കോളും. ഒന്ന് പാളിയ സകലതും കൊളാവോന്ന് അറിയാലോ. ഒന്നും സംഭവിക്കില്ല. രക്ഷപ്പെടാൻ ഒരു പഴുതുമില്ലാത്ത രീതിക്കാ പ്ലാൻ ചെയ്തിരിക്കുന്നേ. രാജഗുരുവിന്റെ ശിഷ്യന്മാർക്ക് പ്രണാമം. പ്രണാമം. നിവേദ്യം എടുത്തോളൂ. അയ്യോ, ഗുരുക്കൾ ഇതുവരെ ഹോമം പൂർത്തിയാക്കിയിട്ടില്ല. അതുവരെ വെള്ളം പോലും കുടിക്കാൻ പാടില്ലെന്നാ. അയ്യോ, അങ്ങനെയാണോ? ഇപ്പോഴാ സന്നിധിയിൽ പൂജ കഴിഞ്ഞ് ഈ പുതുവത്സരം തുടങ്ങുമ്പോ നിവേദ്യം നേദിച്ച് അത് നിങ്ങളെപ്പോലുള്ള സന്യാസിമാർക്ക് കൊടുത്താ എന്റെ കുടുംബത്തിന് നല്ലത് സംഭവിക്കും. കഷ്ടകാലമൊക്കെ മാറിക്കിട്ടും. എന്നാലും നിവേദ്യത്തിന്റെ കാര്യത്തിൽ ഈ ഉപവാസമൊന്നും കാര്യമാക്കണ്ടെന്നല്ലേ? നിങ്ങള് രാജഗുരുക്കളുടെ ശിഷ്യന്മാരാ. ഞാൻ പറഞ്ഞറിയേണ്ടവരല്ല. ഇനി നിങ്ങളുടെ ഇഷ്ടം. നിൽക്കൂ. മറ്റൊരാൾക്ക് നല്ലത് നടക്കുമെങ്കിൽ
ചില വിധികൾ മാറ്റിവെക്കുന്നതിൽ തെറ്റില്ല. നേദ്യം തന്നോളൂ. സന്തോഷായി. പണി പറ്റിച്ചു കളഞ്ഞല്ലോ. നീ കൊണ്ടുവന്നവ മിടുക്കനാണല്ലോ. ഇനി ശിഷ്യന്മാരുടെ ചാപ്റ്റർ ക്ലോസ്. ഗുരുക്കൾക്കും നമ്മൾക്കുമിടയിൽ ഇനി യാതൊരു തടസ്സവും ഇല്ല. അങ്ങോട്ട് ചെല്ല്. ഓക്കെ മാഡം. ആർക്കും യാതൊരു സംശയവും ഉണ്ടാവരുത്. ആ ശിഷ്യന്മാരെ എത്രയും പെട്ടെന്ന് അവിടുന്ന് മാറ്റിയേക്ക്. ആയിക്കോട്ടെ മാഡം. എന്റെ ശിഷ്യന്മാരിതിവിടെ പോയി. നമസ്കാരം രാജഗുരുക്കളെ. എന്താ ഇങ്ങനെ നോക്കുന്നേ? നിങ്ങളുടെ ശിഷ്യന്മാരെ കാണുന്നില്ലേ? ചന്ദ്രികേ, നീയുടെ? അതെ, നിങ്ങൾ നിങ്ങളുടെ ശിഷ്യന്മാരെ തപ്പുവെന്ന് മനസ്സിലായി. സഹായിക്കാന്ന് കരുതി. നിന്റെ സഹായം എന്താന്ന് എനിക്ക് മനസ്സിലായി. എന്താ നിന്റെ ഉദ്ദേശം? എല്ലാം അറിയുന്ന ആൾക്ക് ഇത് മനസ്സിലാവുന്നില്ലേ? ആ കുടുംബത്തിന്റെ തകർച്ചയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നിങ്ങൾ ആ കുടുംബത്തെ രക്ഷിക്കാൻ വേണ്ടി പാടുപെടുന്നു. രണ്ടുപേരും രണ്ട് ധ്രുവങ്ങളിലാ. അതുകൊണ്ടല്ലേ നമുക്കിങ്ങനെ കാണേണ്ടി വന്നത്? ഇപ്പൊ തന്നെ ഒരു പാപത്തിന്റെ കൂമ്പാരോ നീ. ഇത് തുടർന്നാൽ നിനക്കാണ് ആപത്ത്. മരണത്തിന്റെ വായിന്ന് പുറത്തു ചാടിയതാ. ഇനി വരുന്നത് വരുന്നിടത്ത് വെച്ച് കാണാന്ന് വെച്ചു. ഇപ്പൊ ആലോചിച്ച് പ്രവർത്തിക്കേണ്ടത് നിങ്ങളാ. ആ കുടുംബത്ത് കയറിച്ചെന്ന് ഭാവി പ്രവചനം നടത്തിയ ഇവിടെ നിങ്ങളുടെ ശിഷ്യരുടെ ഭാവിക്കൊരു അന്ത്യം കുറിക്കേണ്ടി വരും. എന്താ വേണ്ടെന്ന് തീരുമാനിച്ചു? സാക്ഷാൽ മഹാദേവൻ എനിക്കായി നൽകിയിട്ടുള്ള ആ നിയോഗം ഞാൻ ഉറപ്പായും പൂർത്തിയാക്കിയിരിക്കും. എന്താ നിയോഗം? ദശരഥരാമവർമ്മയുടെ വംശത്തെ രക്ഷിക്കുന്നതായിരിക്കും. എന്നുവെച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ ശിഷ്യന്മാരുടെ ജീവനേക്കാൾ ആ വയറ്റി കിടക്കുന്ന പിണ്ടമാണോ വലുത്? ചന്ദ്രികേ, ദേവാരാധനയ്ക്കായി സ്വന്തം ജീവൻ സമർപ്പിച്ചവരായ എന്റെ ശിഷ്യന്മാരെ അപകടപ്പെടുത്തിയാൽ അത് നീ ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റായിരിക്കും. ഞാൻ പറഞ്ഞില്ലായിരുന്നോ ഗുരുക്കളെ, എനിക്കിനി മുകളിൽ ആകാശം താഴെ ഭൂമി, അതിരുകളില്ലാത്ത ജീവിതമാണ്. അതുകൊണ്ട് മരണത്തെ പേടിയില്ല. അതിനെക്കുറിച്ച് ചിന്തിക്കാറ് പോലുമില്ല. എനിക്കിപ്പോ വേണ്ടത് ആ കുടുംബത്തിന്റെ തകർച്ചയാ. അത് സംഭവിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ വാ തുറന്ന് ഭാവി പ്രവചനം നടത്തരുത്. ഞാൻ നിങ്ങളെ ഒന്നും ചെയ്യില്ല. ശരീരത്തൊരു പോറൽ പോലും ഉണ്ടാക്കില്ല. എന്താ ചെയ്യണ്ടേന്ന് നിങ്ങൾ തന്നെ തീരുമാനിക്കും. വൈദേഹിയുടെ വയറ്റിക്കിടക്കുന്ന പിണ്ടത്തിനു വേണ്ടി നിങ്ങളുടെ ശിഷ്യന്മാരുടെ ജീവൻ ബലി കൊടുക്കണോ? നല്ലവണ്ണം ചിന്തിക്കും. ചന്ദ്രികേ, ആ കുഞ്ഞ് മഹാദേവന്റെ വരദാനമാണ്. നിങ്ങൾ എന്തു കുതന്ത്രം പ്രയോഗിച്ചാലും എല്ലാം വൃഥാവിലാണ്. ആ കുഞ്ഞിനെ ഒന്നും ചെയ്യാൻ സാധിക്കില്ല. അതെന്താണെന്ന് ഞാൻ നോയിക്കൊള്ളാം. നിങ്ങളോട് പറഞ്ഞത് നിങ്ങൾ ചെയ്താ മതി. വരദാനമാണെന്ന് പറയുന്ന കുഞ്ഞിനെ ശാപമാണെന്ന് വരുത്തി തീർത്ത് എല്ലാവരുടെയും മുന്നിൽ വെച്ച് മരണശാസനം വിധിക്കണം.
ഇത്തരം ദുഷ്പ്രവർത്തികൾക്ക് കൂട്ടുനിൽക്കുന്നവരോട് ആ മഹാദേവൻ ഒരിക്കലും ക്ഷമിക്കില്ല. മഹാദേവ, നിന്റെ ലീലകൾ എന്തിനു വേണ്ടിയാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. നിങ്ങൾ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് എനിക്ക് മനസ്സിലായി. എനിക്കത് മതി. ദേവൻ രാജഗുരുക്കളെ കൂട്ടിക്കൊണ്ടുവരാൻ പോയെന്ന് അറിഞ്ഞപ്പോ മനസ്സിന് എന്തോ ഒരു പേടി. ചന്ദ്രികയെക്കാളും മുൻപേ രാജഗുരുക്കളെ ദേവന്റെ കയ്യിൽ കിട്ടുകയാണെങ്കിലോ പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല ചെറിയമ്മേ. എന്റെ ടെൻഷൻ അത് തന്നെ ഊർമിളെ. ഈ ചന്ദ്രികയെ വിശ്വസിച്ചുകൊണ്ടിരുന്ന അവൾ എന്തെങ്കിലും വെട്ടിത്തരം കാണിക്കും. അതോർത്ത് ഇനി വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. രാജഗുരുക്കളെയും ശിഷ്യന്മാരെയും ചന്ദ്രിക ഓൾറെഡി പിടിച്ചോണ്ടുപോയി. ആണോടാ? അവരെ അവള് പിടിച്ചോ? രക്ഷപ്പെട്ടു. വലിയൊരു ടെൻഷൻ മാറിക്കിട്ടി. അങ്ങനെയാണെങ്കി രാജഗുരു ഇനി ഇങ്ങോട്ട് വരില്ലല്ലോ. അയാള് വാ തുറക്കില്ലല്ലോ അല്ലേ? ഇല്ലമ്മേ, ഈ വീടിന്റെ പരിസരത്തേക്ക് പോലും വരില്ല. മറിച്ച് വന്ന ചന്ദ്രിക അയാളുടെ ശിഷ്യന്മാരെ കൊന്നുകളയും. അങ്ങനെയാണെങ്കിൽ ഇപ്പൊ രാജഗുരു ചന്ദ്രികയുടെ ചൊൽപ്പടിക്കായി എന്നർത്ഥമല്ലേ? അതല്ലേ ഞാൻ പറഞ്ഞത്. ഇനി ചന്ദ്രിക പറയുന്നത് മാത്രമേ രാജഗുരുക്കൾ ചെയ്യൂ. എങ്കിൽ അവളോട് രാജഗുരുക്കളെ ഇങ്ങോട്ടയച്ച് ഭാവി പ്രവചനം നടത്താൻ പറ. നീ എന്താ ഈ പറയുന്ന ഊർമിളെ? എന്നെ ബുദ്ധിയില്ലാത്തവനാണെന്ന് പറഞ്ഞ് ഇപ്പൊ നിന്റെ ബുദ്ധി എവിടെ പോയി? ശരി ഊർമിളെ, രാജഗുരുക്കള് വന്ന് ഭാവി പ്രവചനം നടത്തിയ നമ്മളെ കുറിച്ച് പുറത്ത് പറയുമെന്ന് അറിയാവുന്നതുകൊണ്ടല്ലേ ചന്ദ്രികയെ കൊണ്ട് കിഡ്നാപ്പ് ചെയ്യിപ്പിച്ചത്. പിന്നെ എന്തിനാ അവളോട് തന്നെ അയാളെ ഇങ്ങോട്ടേക്ക് അയക്കാൻ പറയുന്നേ? കാരണമുണ്ട് ചെറിയമ്മേ. ഇപ്പൊ രാജഗുരു ഇങ്ങോട്ട് വരാതിരുന്ന അയാളെ എന്തോ ചെയ്തെന്ന് നമ്മളെ സംശയിക്കും. സംശയിക്കണമെങ്കിൽ സംശയിക്കട്ടെ. അതൊന്നും നമുക്ക് പുതിയതല്ലല്ലോ. കേട്ട ഭാവം കാണിക്കണ്ട. എപ്പോഴത്തെയും പോലെ നമുക്കൊന്നും അറിയില്ലെന്ന് പറയാം. ഇനി ചന്ദ്രിക പിടിക്കപ്പെട്ടാലും നമുക്ക് അവളുമായിട്ടൊരു ബന്ധമില്ലെന്ന് പറയണം. അതല്ലാതെ ഇവിടെ ഉള്ളവര് സംശയിക്കുമ്പോ നമ്മൾ മിണ്ടാതിരിക്കണോ? നമ്മളെക്കുറിച്ചുള്ള സത്യങ്ങൾ പുറത്തുള്ളവരെ അറിയിക്കണമെന്നാണോ? എന്നല്ല വരുൺ, നീ പലപ്പോഴും നമ്മുടെ ശരിക്കുള്ള ലക്ഷ്യം മറന്നുപോകുന്നു. വൈദേഹിയുടെ വയറ്റി വളർന്നുകൊണ്ടിരിക്കുന്ന കുഞ്ഞ് വരദാനമല്ല ശാപമാണെന്ന് തെളിയിക്കണ്ടേ നമുക്ക്? രാജഗുരുക്കളെ ഇങ്ങോട്ടേക്ക് തീർത്തും വരാതാക്കിയ അത് നടക്കില്ലല്ലോ. ആ കുഞ്ഞു വരദാനമാണെന്നും പറഞ്ഞ് തലയെ കയറ്റി വെച്ചുകൊണ്ടിരിക്കും. രാജഗുരുക്കൾ വന്നാലും അത് തന്നെയല്ലേ നടക്കുക? അയാൾക്ക് ആ സത്യം അറിയാവുന്നുള്ളത് ഉറപ്പല്ലേ? അത് പുറത്തു പറയിക്കാൻ നമ്മൾ സമ്മതിക്കില്ല. ശിഷ്യന്മാരെ കൊന്നുകളയുമെന്ന് ഭീഷണിപ്പെടുത്തി രാജഗുരുക്കളെ ഇങ്ങോട്ട് വരാതാക്കിയതുപോലെ ഇപ്പൊ അവരെ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിക്കൊണ്ട് അതേ ഗുരുക്കളെ കൊണ്ട് വൈദേഹിയുടെ കുഞ്ഞു വരദാനമല്ല ശാപമാണെന്ന് പറയിപ്പിക്കണം. രാജഗുരുക്കളുടെ വാക്കുകൾ ഈ വീട്ടിലെ അവസാന വാക്കാണ്. അയാളെ കൊണ്ട് ഇങ്ങനൊരു വാക്ക് പറയിച്ച ഇനി നമ്മൾ പോലും മെനക്കെടാതെ അമ്മേ ഇന്ദുമ്മേ തന്നെ വൈദേഹിയുടെ വയറ്റിൽ കിടക്കുന്നതിനെ കൊന്നുകളഞ്ഞേക്കും. ഊർമിള പറഞ്ഞത് ശരിയാണടാ. ഇത് മാത്രമാണ് ചെറിയമ്മേ ശരി. രാജഗുരുക്കൾ തീർത്തും വരാതിരുന്ന നമ്മളെക്കുറിച്ചുള്ള രഹസ്യങ്ങൾ പുറത്തറിയാതെ രക്ഷപ്പെടാമെന്നേ ഉള്ളൂ. പക്ഷേ അദ്ദേഹം ഇവിടെ വരികയാണെങ്കിൽ സത്യം ആരും അറിയാനും പോകുന്നില്ല. വൈദേഹിയുടെ കുഞ്ഞിന്റെ കാര്യത്തില് നമ്മൾ വിചാരിച്ച പോലെ നടക്കുകയും ചെയ്യും. നീ പൊളിയാ ഊർമിളെ, ഞാൻ സമ്മതിച്ചു. എനിക്കെന്താ ഇങ്ങനെയൊക്കെ ചിന്തിക്കാൻ തോന്നാഞ്ഞ്? കാഴ്ചയില്ലാതായപ്പോ തൊട്ട് നിന്റെ ബുദ്ധി കുറച്ചുകൂടി ഷാർപ്പായെന്നാണല്ലോ തോന്നുന്നേ. രാജഗുരുക്കളെ വരുത്തിക്കണം. അയാളെ കൊണ്ട് നമ്മുടെ ലക്ഷ്യങ്ങൾ സാധിച്ചെടുക്കണം. ഇനി എന്തിനാ വൈകിക്കുന്നേ? നീ ചന്ദ്രികയെ വിളിക്ക്. രാജഗുരുക്കളെ ഇങ്ങോട്ടേക്ക് അയക്കാൻ പറ. പാവം വിഡ്ഢി ഗുരുക്കള് ധ്യാനം ചെയ്ത ദൈവം ഇറങ്ങി വന്ന് വീട്ടിലോട്ട് വിളിച്ചോണ്ടു പോവെന്നായിരിക്കും വിചാരം. ആ മഹാദേവൻ ഇറങ്ങി വന്നാലും ഈ ചന്ദ്രികയെ കടന്നേ അവിടേക്ക് ചെല്ലാൻ പറ്റൂ.
അതെന്തായാലും നടക്കാൻ പോകുന്നില്ല. പറയൂ വരണേ. അവിടെയെല്ലാം ഓക്കെ അല്ലേ? എല്ലാം ഓക്കെ. രാജഗുരുക്കൾ എന്താ ചെയ്യണ്ടേന്നറിയാതെ ധ്യാനത്തിലിരിക്കുക. ഒരുപാട് നേരം ഇവിടെ തന്നെ നിന്നാ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായെന്നിരിക്കും. തൽക്കാലം ഇയാളെ ഞാൻ എന്റെ വീട്ടിലേക്ക് കൊണ്ടുപോകാനിരിക്കുക. അങ്ങനെ അങ്ങ് കൊണ്ടുപോകാൻ വരട്ടെ. അയാളെ ഇങ്ങോട്ട് കൊണ്ടുപോവാ. എന്തിനാ അയാളെ അങ്ങോട്ട് കൊണ്ടുവരുന്നേ? നിന്റെ തലക്കെന്താ ഓളാണോ? അവിടെ വന്ന് ഇയാള് സത്യം പറയാതിരിക്കാനല്ലേ ഇയാളുടെ ശിഷ്യന്മാരെ കിഡ്നാപ്പ് ചെയ്തത്. ഇയാളെ ഇവിടുന്ന് അനങ്ങാൻ പറ്റാതാക്കി. അതെല്ലാം നന്നായി ചന്ദ്രികേ. ഞാൻ പറയുന്നത് നീ മുഴുവൻ കേക്ക്. അയാൾ ഇവിടേക്ക് വരുന്നത് സത്യം വിളമ്പാൻ വേണ്ടിയല്ല, നമ്മൾ പറയിപ്പിക്കുന്നത് പറയാനാ. ഇപ്പൊ മനസ്സിലായി. ശിഷ്യന്മാർക്ക് വേണ്ടിയല്ലേ അയാൾ ഇവിടെ തപസ്സിരിക്കുന്നത്. അതേ ശിഷ്യന്മാർക്ക് വേണ്ടി ഇയാളെ അങ്ങോട്ട് കൊണ്ടുവരാം. എന്നിട്ട് നമ്മൾ ഉദ്ദേശിച്ചത് തത്ത പോലെ പറയിക്കാം. രാജഗുരുക്കളെ, തപസ് ഇരുന്നതൊക്കെ മതിയാക്കിക്കോ. കൊട്ടാരം വീട്ടിൽ പോവാൻ മുട്ടി നിൽക്കുവല്ലേ. തപസ് ഇരുന്നതും പ്രാർത്ഥിച്ചതും ഒക്കെ അതിനു വേണ്ടിയായിരിക്കും. ദൈവം എന്തായാലും പ്രസാദിച്ചിട്ടുണ്ട് കേട്ടോ. ഇപ്പൊ നിങ്ങൾ ദശരഥരാമവർമ്മയുടെ വീട്ടിലേക്ക് പോ. ഭാവി പ്രവചനം നടത്തണം. ഈ പറഞ്ഞ നേരാണോ? എന്റെ ശിഷ്യന്മാരെവിടെ? അവരെന്റെ അടുത്ത് സുരക്ഷിതരായി ഇരിക്കുന്നു. കൊട്ടാരം വീട്ടിൽ ചെന്ന് ഞാൻ പറഞ്ഞു തരുന്നത് അതേപടി പറയുക. വീണ്ടും എന്ത് കുതന്ത്രമാണ്? എന്തിനാ പെട്ടെന്ന് എന്നോട് അങ്ങോട്ട് ചെല്ലാൻ പറയുന്നേ? എനിക്കങ്ങനെ ഒരു ബോധോദയുണ്ടായി. ചെല്ലുന്നേ. ശരി, പറയാനുള്ള കാര്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ നിയോഗം അതോടുകൂടി തീരും. അങ്ങനങ്ങ് പറയല്ലേ, അത്രയ്ക്കൊന്നും ആയിട്ടില്ല. നിങ്ങൾ പറയേണ്ടത് നിങ്ങളുടെ മനസ്സിലുള്ള കാര്യങ്ങളല്ല. അങ്ങനെ പറഞ്ഞ ശിഷ്യന്മാർക്ക് പണി കിട്ടില്ലേ. കൊട്ടാരം വീട്ടിലേക്ക് പൊയ്ക്കോ. പക്ഷെ ഞാൻ പറയുന്നത് പോലെ പറയേണ്ടി വരും. എന്നാൽ മാത്രമേ നിങ്ങളുടെ ശിഷ്യന്മാരെ ജീവനോടെ വിടൂ. ഇതാ ദൈവം വരച്ച വരകളല്ല, ഞങ്ങള് വരച്ച വരകളാ. അവരുടെ തലവരെ കുറിച്ചാ പറഞ്ഞേ. എനിക്ക് തോന്നി പൊക്കോളാൻ പറഞ്ഞ ഉടനെ എന്തൊക്കെ ഗൂഢാലോചനകൾ ഈ രാക്ഷസ മനസ്സിൽ കടന്നുകൂടിയെന്നറിയാമായിരുന്നു. രാക്ഷസിയാണെന്ന് കൂട്ടിക്കോ, അല്ലെങ്കിൽ യക്ഷിയാണെന്നും കൂട്ടിക്കോ. ഞാൻ പറയാൻ പറഞ്ഞത് അവിടെ ചെന്ന് പറഞ്ഞാ മതി. ഇതുവരെ എന്നെ കൊണ്ട് സത്യം പറയിപ്പിച്ചില്ല. ഇപ്പൊ എന്നെ കൊണ്ട് തന്നെ കള്ളവും പറയിപ്പിക്കാൻ ശ്രമിക്കുന്നോ ചന്ദ്രികയെ? സദാ ആ മഹാദേവന്റെ നാമം ജപിക്കുന്ന ഈ നാവ് കൊണ്ട് കളവ് പറയിപ്പിക്കാനാണോ നീ ശ്രമിക്കുന്നത്? അയ്യോ, അങ്ങനെയൊന്നും അല്ല ഗുരുക്കളെ. ഈ നാവൊന്ന് വളച്ച് ഒരു കളവ് സത്യമാക്കാനേ ഞാൻ പറഞ്ഞുള്ളൂ. എല്ലില്ലാത്ത നാവല്ലേ, കാര്യമില്ല. വൈദേഹിയുടെ കുഞ്ഞു മഹാദേവന്റെ വരവല്ല, ശാപമാണെന്ന് പറയണം. ആ കുഞ്ഞ് ഈ ലോകത്ത് ജനിച്ചാൽ ആ വംശത്തിന് നാശം സംഭവിക്കുമെന്ന് പറയണം. മഹാദേവ മഹാദേവ മഹാദേവ, കേൾക്കാൻ പോലും ആഗ്രഹിക്കാത്ത കാര്യങ്ങൾ എന്റെ നാവുകൊണ്ട് ഞാൻ പറയണോ? എനിക്കതിനാവില്ല. സ്വപ്നത്തിൽ പോലും ഞാനിതൊന്നും ചെയ്യില്ല. അങ്ങനാണെങ്കി നിന്റെ കൺമുന്നിൽ വെച്ച് ശിഷ്യര് മരിക്കുന്നത് കാണേണ്ടി വരും. എനിക്ക് വേറെ വഴിയില്ലാഞ്ഞിട്ടാ. നിങ്ങൾ ചെല്ല്. അവിടെ ചെന്ന് ആ പിണ്ടത്തിന് പിണ്ടം വെക്കണോന്ന് പറഞ്ഞാലേ ഇവിടെ ശിഷ്യന്മാർക്ക് പിണ്ടം വെക്കാതിരിക്കാൻ പറ്റും. അതുമാത്രമല്ല, ദശരഥരാമവർമ്മയുടെ മരണത്തിന്റെ സത്യാവസ്ഥയെ നിങ്ങൾക്കറിയായിരിക്കുമല്ലോ. അതിനെക്കുറിച്ച് നിങ്ങൾ വാതുറന്നു പോവരുത്. അതിനെക്കുറിച്ച് ഇനി ഞാൻ പറയാൻ എന്തിരിക്കുന്നു? വർമ്മയുടെ മരണത്തിന് കാരണം നിങ്ങളാണെന്ന് ഏതൊരു ബുദ്ധിയില്ലാത്തവനും അറിയാം. പക്ഷെ അത് നിങ്ങൾ പറയുന്ന പോലെ ആവില്ലല്ലോ. ശങ്കിലൂടെ ഒഴിച്ചാലല്ലേ തീർത്ഥമാവൂ ഗുരുക്കളെ. അതുകൊണ്ട് ഞാൻ പറയുന്നത് പോലെ പറഞ്ഞ് അരുതെന്ന് പറയുന്നത് മാറ്റിവെച്ച് നിന്റെ ശിഷ്യന്മാരെ രക്ഷിക്കാൻ നോക്ക്. പെട്ടെന്ന് ചെല്ല്. സാക്ഷാൽ ആ പരമശിവൻ എന്റെ നാവിൽ നിന്ന് കളവുതിരാൻ അനുവദിക്കില്ലെന്ന വിശ്വാസത്തോടുകൂടി പോകുകയാണ്. എല്ലാവരുടെയും നന്മ ആ മഹാദേവൻ തന്നെ തീരുമാനിക്കുമെന്ന് ഉറപ്പോടുകൂടി പോവുകയാണ്. ചന്ദ്രികേ,
നീ ചെയ്തു കൂട്ടുന്ന പാപങ്ങളുടെ പര്യവസാനത്തെ നേരിടാൻ തയ്യാറായിരുന്നോ? നിങ്ങൾ ദൈവത്തെ ആഞ്ഞു വിളിച്ചു. എനിക്കെന്റെ പകയാണ് വലുത്. ആ ദൈവം പോലും ചില സമയത്ത് നമ്മളെ അങ്ങ് തഴഞ്ഞെന്ന് വരാം. പക്ഷെ എന്റെ പക അത് അവസാനിക്കും വരെ ഞാൻ അടങ്ങില്ല. അന്ത്യം കാണാതെ ഞാൻ വിടില്ല.